വളരെ ഒരു സുന്ദരമായിട്ടുള്ളൊരു സിറ്റിയാണ് കോതമംഗലം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്, എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 80 കിലോമീറ്ററാണ് മൂന്നാറിനുള്ളൂ. എറണാകുളത്തേക്ക് 40 കിലോമീറ്ററും എയർപോർട്ട് 40 കിലോമീറ്റർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ക്ലൗഡി ക്ലൈമറ്റ്. ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയൊരു ഓട്ടോ എടുക്കാൻ പോവാണ്, എയർപോർട്ടിലോട്ട് പോവാണ്. ഹിന്ദിക്കാർ ഗസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അവരെയും കൊണ്ട് ഞാൻ മൂന്നാറിലെ ഒരു റിസോർട്ടിലോട്ട്, വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടാണ്, അങ്ങോട്ട് പോണതിൻ്റെ കാഴ്ചകളാണ്. എയർപോർട്ട് പിക്കപ്പ്, പിന്നെ പോണ വഴിക്കുള്ള കാഴ്ചകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു മൂന്നാർ ട്രിപ്പ് വ്ലോഗായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ് ഗൈസ്. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കണതാണ്, നേരെ എയർപോർട്ട് കേട്ടോ. അവിടെ പോയിട്ട് പിക്ക് ചെയ്യുക. മൂന്നാറാണെന്ന് സ്റ്റേ. ഓരോ ദിവസത്തെ പരിപാടികൾ ഞാൻ വ്ലോഗാക്കാൻ ഉദ്ദേശിച്ചേക്കാണ്. 6 ദിവസത്തെ ട്രിപ്പാട്ടോ. മാസം ഡിസംബറിലോട്ട് കിടക്കാൻ പോകുന്നു. നല്ല കാലാവസ്ഥയുടെ രാവിലെ തന്നെ നമ്മുടെ നാട്ടിൽ അടിപാട് കോതമംഗലം, എറണാകുളം ജില്ല. ഇവിടുന്ന് കോതമംഗലം പെരുമ്പാവൂർ വഴി എയർപോർട്ട്, കാലടി എയർപോർട്ട്. അതൊക്കെ പോണ വഴി കാണിച്ചില്ലെങ്കിലും വിഷയമുള്ള കേസല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇനി ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോഴുള്ള വീഡിയോസാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ചിട്ട് നേരെ എയർപോർട്ട് പിക്ക് ചെയ്യുക. പിന്നെയുള്ള കാഴ്ചകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഗൈസ് അങ്ങനെ വണ്ടി കോതമംഗലത്ത് എത്താൻ പോട്ടാ. കോതമംഗലത്ത് നിന്ന് ഡീസൽ അടിക്കാം. തൽക്കാലം 2000 രൂപയ്ക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴിയിൽ നിന്ന് അടിക്കാം. ഇന്ത്യൻ്റെ പമ്പാട്ടോ. സത്യം പറഞ്ഞിട്ട് എവിടെ പോയാലും കോതമംഗലത്ത് തിരിച്ചു വരുമ്പോഴുള്ളൊരു സന്തോഷമൊന്ന് വേറെ കേട്ടോ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ അടിവാട്. പക്ഷേ കോതമംഗലം താലൂക്കാണ്, നമുക്ക് നമ്മുടെ റീജിയൻ കോതമംഗലമാണ്. വളരെ ഒരു സുന്ദരമായിട്ടുള്ളൊരു സിറ്റിയാണ് കോതമംഗലം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്, എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 80 കിലോമീറ്ററാണ് മൂന്നാറിനുള്ളൂ. എറണാകുളത്തേക്ക് 40 കിലോമീറ്ററും എയർപോർട്ട് 40 കിലോമീറ്റർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ക്ലൗഡി ക്ലൈമറ്റ്. കൂട്ടുകാരെ, മൂന്നാറിൽ നിന്നൊക്കെ വന്നവർക്കേ കോതമംഗലം ആ ഏരിയയിൽ നിന്ന് വന്ന നമുക്കൊക്കെ എയർപോർട്ട് പോകാൻ പറ്റിയൊരു വഴിയായിട്ടതാ. ഇതെല്ലാവർക്കും അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താം. ഞാൻ ഈ വഴി എപ്പോഴും ഉപയോഗിക്കണേ. കാരണം കാലടി വരുമ്പോൾ ആ ഒരു ബ്ലോക്ക് നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ രക്ഷയല്ല, ശബരിമല സീസൺ ആയപ്പോൾ നല്ല തിരക്കാണ്. പെരുമ്പാവൂരൊക്കെ കാലടി പാലമൊക്കെ ഫുള്ള് ബ്ലോക്കാണ്, മണിക്കൂറുകൾ ബ്ലോക്കാണ്. ഇത് കുറുപ്പമ്പടി നിന്ന് റൈറ്റ് എടുത്ത് നേരെ കുറച്ചിലക്കോട് അവിടെ നിന്ന് കാലടി ലെഫ്റ്റ് മലയാറ്റൂർ വഴി. വലിയ ബ്ലോക്കൊന്നുമില്ല, ചെറിയ അങ്ങനെ വലിയ ബ്ലോക്കില്ല, എന്നാലും വണ്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ മനസ്സിലാക്കി റോഡ്. എന്നാലും മറ്റേ റോഡിൻ്റെ പകുതി ബ്ലോക്കില്ല, ഈസിയായിട്ട് കടന്നു പോകാം. ഇത് നേരെ കാലടി മറ്റൂരി എന്ന് പറഞ്ഞ വഴിയാണ് കേട്ടോ. കാലടി ടൗണിലോട്ടാണ് പോകണം. അവിടെ നിന്ന് ടൗൺ എത്തുന്നതിന് മുമ്പ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൂരി ഒന്ന് ചാടാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. റാസ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എത്തിയിട്ട്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് മൂന്നാറിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റായിട്ട് റാസ. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇവിടെ ഗസ്റ്റിന് കൊടുക്കാറുണ്ട്. അടിപൊളിയാണ്. ഗൈസ്, അങ്ങനെ ഊന്നലിൽ റാസയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാണ്. അടിപൊളിയാണ് റാസ, ഒന്നും പറയാനില്ല. ഒരു ചായ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുക. കണ്ടോ വണ്ടികളൊക്കെ കിടക്കണുണ്ടോ. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇടുക്കിയിലോട്ട് കിടക്കാൻ പോകാം. ഗൈസ്, ഒരു ചായ ആയിട്ട് ഞാൻ കുടിച്ചോളൂ, വേറെ ഒന്നും കഴിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോകണം, മൂന്നാർ പോകണം. പോണ വഴിക്ക് ചീയപ്പാറ വാട്ടർഫാൾ, വാളറ വാട്ടർഫാൾ, പിന്നെ സ്പൈസ് ഗാർഡ് അങ്ങനെയുള്ള ആക്ടിവിറ്റിയെ കൊടുത്തിട്ട് നേരെ മൂന്നാർ റിസോർട്ടിൽ പോകും. പിന്നെ അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് കൊടുക്കും. അതാണ് ഇന്നത്തെ പരിപാടി. നാളെ ഫുൾ സൈറ്റ് സീയിങ് ആണ്.
അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, ഫുള്ള് കാണുക. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇപ്പോൾ അത്യാവശ്യം റീച്ചായി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സൊക്കെ 2K ആവാറായിട്ടുണ്ട്. മെയിനായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ വീഡിയോ ഇടുന്നില്ല, അതാണ് സംഭവം. പിന്നെ നല്ല വീഡിയോസൊന്നും ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഞാൻ നന്നായിട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശം. അതെല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോവാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി. ഗസ്റ്റ് ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. ഒരുപാട് യാത്രകൾ കണ്ട വെള്ളച്ചാട്ടമാണ്. വളരെ മനോഹരമാണ്. ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. എന്നാലും നല്ല രസമാണ് കേട്ടോ. നല്ല തിരക്കാണ് ശനിയാഴ്ച ആയതുകൊണ്ട്. ശനി ഞായറും ഒരു രക്ഷയില്ലാതെ തിരക്കാം. നല്ല എന്തൊരു വണ്ടികളെ കയറി പോകണമെന്നറിയൂ. അപ്പം അങ്ങനെ ഞാൻ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഗസ്റ്റിനെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അപ്പം അങ്ങനെ ഇതേ നോക്കൂ, എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ കൂട്ടുകാരനാട്ടോ. കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നു നേരത്തെ. മാർക്കറ്റിങ്ങും കാര്യം നമ്മുടെ ഷോപ്പുകൾ ഉണ്ടായിരുന്നതാണ്. കുറേ കൂട്ടുകാരെയൊക്കെ അവിടെ വെച്ച് കണ്ടു. ഇത് അരുൺ ഹസാഡ്. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് പള്ളി ചിരിക്കുക. വീഡിയോ എടുത്ത് കണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽ രൂപം. മഴയൊക്കെയാണ്, എല്ലാം മഴയത്താണല്ലോ, മൊത്തം വെള്ളമായിരിക്കും അവിടെ. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത പ്രോഗ്രാം സ്പൈസ് ഗാർഡൻ ആട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്പൈസ് ഗാർഡനിൽ വന്നേക്കാണ്. മൂന്നാർ റൂട്ടിൽ വളരെ സ്ഥിതി ചെയ്യുന്ന സ്പൈസ് ഗാർഡനിലെ ഗസ്റ്റ് ഇവിടെ പോയേക്കാണ്. അവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഗസ്റ്റാണ്, ആദ്യമായിട്ട് വരുന്നതാണ്. അവർക്ക് സ്പൈസ് ഗാർഡൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 100 രൂപ എൻ്റെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് അവർ സ്പൈസ് ഗാർഡൻ കാണാനായിട്ട് കയറി പോയേക്കുവാണ് ഗൈസ്. ഫസ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ചീയപ്പാറ വാട്ടർഫാൾ ഇപ്പോൾ സ്പൈസ് ഗാർഡൻ ഞാൻ കയറ്റി വിട്ടു. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കൊച്ചി മൂന്നാർ നാഷണൽ ഹൈവേ ആണ്, വാളറ. अभी लेंगे तो सर वापसी में देखेंगे. ഇത് സ്പൈസസ് ആൻഡ് ആയുർവേദിക് ഗാർഡൻ്റെ അകത്തുള്ള സംഭവം കേട്ടോ. ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് ഇത് സ്പൈസസ് ആൻഡ് ആയുർവേദിക് ഗാർഡൻ്റെ അകത്തുള്ള സംഭവമാണ്. ഇവിടെ ഗസ്റ്റുകളെ കൊണ്ടുപോയിട്ട് ഇവിടെ ഏത് രാജ്യക്കാരാണോ അവരുടെ ഭാഷ സംസാരിച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കും, ആയുർവേദം. പിന്നെ ഇതിൻ്റെ അകത്ത് കശ്മീരി ഷോപ്പുണ്ട്, സ്പൈസസിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ നമുക്കിവിടെ ഫുഡ് കിട്ടും, ഡ്രൈവേഴ്സ് ഫുഡുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. സംസാരം വളരെ പതുക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് അവരെ എടുത്തുകൊണ്ട് ഇനി പോകാനുള്ള. ചിലപ്പോൾ ഇവരെയും കൊണ്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് ഫുഡ് കിട്ടില്ല. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ കഴിച്ചോളാം. ഊണ കഴിച്ചു, വണ്ടിയിലേക്ക് ഗസ്റ്റ് ഗാർഡൻ കാണാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആദ്യമായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോകുന്നത് ആനച്ചാലാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്തൊക്കെ പരിപാടി അവർക്ക് വേണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു പോകും എല്ലാ പരിപാടികളും, ഇവിടുത്തെ ആക്ടിവിറ്റി പിന്നെ സൈറ്റ് സീനൊക്കെ പറയും. ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ, ആ കപ്പിൾസാണ്, ചിലപ്പോൾ ഹോട്ടലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ ചാടി നിൽക്കട്ടെ, എൻ്റെ വീഡിയോസ് കാണും. ഗൈസ് അങ്ങനെ ആനച്ചാലിലെത്തി. ആനച്ചാലിൽ അവർ വൊമിറ്റ് ചെയ്യാൻ വന്നു, അതാണ് പ്രത്യേകം. ഞാൻ മിസ്റ്റി ലേക്ക് റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ആനച്ചാലിലെ മുതുവാങ്കുടിയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടേജുകൾ കൊണ്ട് മനോഹരമാക്കിയ റിസോർട്ടാണ് മിസ്റ്റി ലേക്ക്. ഒരുപാട് പഴക്കമുള്ള റിസോർട്ടാണ്. ഞാൻ തുടങ്ങിയ കാലം ഒരു 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ആ സമയം പോലും ഈ റിസോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ അവർ വന്ന വഴിക്ക് വൊമിറ്റ് ചെയ്ത്, അതുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി. അപ്പോൾ അവർ നേരെ ഹോട്ടലിലോട്ട് പോട്ടെന്നില്ല.
ഇവിടെ എനിക്ക് തോന്നുന്നു ഡ്രൈവേഴ്സിന് ഫുഡുള്ളൊരു ഹോട്ടലാണ്. കാരണം ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോകണം ആനച്ചാൽ ഫുഡ് കഴിക്കണേ. ഇവിടെ ഫുഡുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല അന്തരീക്ഷമായിട്ട് ഇവിടെ, നല്ല ക്ലൈമറ്റാണ്. വലിയ ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വലിയ മൂന്നാറിൻ്റെയും പിന്നെ ആനച്ചാലിൻ്റെയൊക്കെ ഒരു കൺജസ്റ്റഡുള്ള അവസ്ഥ മാറി. നല്ല ക്ലൈമറ്റും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടോ, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോട്ടേജ് സംഭവങ്ങളുണ്ട്. വില്ല പോലത്തെ സംഭവമാണ്. കോട്ടേജ് ഉണ്ട്. ഇതാണ് മിസ്റ്റി ലേക്ക് റിസോർട്ട് ആനച്ചാൽ മൂന്നാർ. കാണിയാണ് റിസപ്ഷൻ കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ ആനച്ചാൽ ഹോട്ടലിൽ വന്നു. ഗസ്റ്റിനെ ഡ്രോപ്പ് ഓഫ് ചെയ്തു. അവർ ലഗേജൊക്കെ ആയിട്ട് അവർ റൂമിലോട്ട് പോയി. ഇനി എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ നാളെ രാവിലെ 9 മണി 10 മണിയാകുമ്പോഴേക്കും വരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കും. ഫുഡ് കഴിക്കാൻ പോകണമെന്നോ എന്തെങ്കിലും മസാജോ എന്തെങ്കിലും സംഭവം വേണമെങ്കിൽ അവർക്ക് വിളിക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ നാളെ മുതൽ രാവിലെ ഏതായാലും ഈ 5 നൈറ്റ് 6 നൈറ്റ് 6 ദിവസം ട്രിപ്പ് തീരുന്ന എല്ലാ ദിവസവും എൻ്റെ വ്ളോഗ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണം. ഒരു ലൈക്ക് പോലും വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഇന്ന് പോകാൻ പറ്റുമോ നോക്കാം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. ഈ ഒരു ഫ്ലവർ നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളിയായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ചെറിയ വ്യത്യാസമാണ്. ഇന്നോവയ്ക്ക് ട്രിപ്പില്ലായിരുന്നു. ഉണ്ടോ, നല്ല പൂക്കളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പരിപാടി കഴിഞ്ഞു. ഗസ്റ്റ് അവർ പറഞ്ഞു ഇന്ന് ഒന്നിനും പോകുന്നില്ല. മീൻസ് ഇന്ന് പുറത്തോട്ട് വരുന്നില്ല, ഞങ്ങൾ റെസ്റ്റ് എടുത്തോളാമെന്ന് പറഞ്ഞു. കാരണം രാവിലെ 3 മണിക്കാണ് അവർ ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറി കൊച്ചിയിൽ വന്നു. അവിടെ നിന്ന് ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് വന്നു. റെസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവർ ഫുൾ റെസ്റ്റ് ആയിരിക്കും ഗൈസ്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ മിസ്റ്റി ലേക്കിൻ്റെ പാർക്കിങ്ങിലാണ് വന്നേക്കണത്. നല്ല അടിപൊളി പാർക്കിങ്ങാണ്. ചുറ്റും കാടാന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പുറകിൽ കാണാൻ പറ്റും ഡ്രൈവേഴ്സ് ടോയ്ലറ്റ് പുറകിൽ നമുക്ക് കാണാൻ പറ്റും. 6 ഉണ്ട്. ബാത്തിങ് എല്ലാം അവിടെ നടക്കും. പിന്നെ ഇവിടെ ഡ്രൈവേഴ്സ് റൂമുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് മിസ്റ്റി ലേക്കിൻ്റെ പ്രൊമോഷനല്ല, പക്ഷെ നല്ല റിസോർട്ടാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഡ്രൈവർമാരോട് സഹകരിച്ചിട്ടുള്ള രണ്ടാമത്തെ ഏലത്തോട്ടം. പിന്നെ ഇവിടെ റൂമൊന്നും കിടക്കാൻ പറ്റില്ല. കാരണം പഴയതാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അവസ്ഥ ഞങ്ങൾ തുറന്നൊന്നും നോക്കുന്നില്ല. ഇവിടെ ഉണ്ടോ, ആ റോട്ടിൽ കൂടെയാണ് വന്നത്. ആനച്ചാലിൽ നിന്ന് വന്നിട്ട് ഇവിടെയാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ വഴി ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോയി അവിടെ പാർക്കിംഗ് അവിടെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ വന്ന വഴികളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളൊക്കെയാണുള്ളത്. എന്നാലും നമ്മുടെ സീരീസ് ഇങ്ങനെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. നാളെ രാവിലെ അവരെടുത്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി. ഇന്നോവയുണ്ട് വേറെ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു ഗായ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.